ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എഡിറ്റ് പോളിയിലെ ഞാനിവിടെ ഒരു ബോക്സ് എടുത്ത് അതിൽ എഡിറ്റ് പോളിയിൽ നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് 2-3 ടൂൾസ് നിങ്ങൾക്ക് കാണാം. അതായത് എക്സ്ട്രൂഡ്, ഇൻസേർട്ട്, ബ്രിഡ്ജ്. ഇതിൻ്റെ ഉപയോഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ട് ഈ പ്രോസ്പെക്റ്റീവ് വ്യൂവിലാണ് ജസ്റ്റ് ഒന്ന് വരച്ചു. അതിനുശേഷം അതൊന്ന് എഡിറ്റബിൾ പോളിയാക്കുക. അത് അറിയാത്തവരുണ്ടെങ്കിൽ ബോക്സ് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്കിൽ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയാക്കുക. അതിനുശേഷം അതിലെ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ 4 എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ഓപ്ഷൻ പോളിഗൺ എടുത്തു. അതായത് കീബോർഡിൽ 4 എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ പോളിഗൺ സെലക്ട് ആയതായിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് ഇൻസേർട്ട് എന്നൊരു ടൂൾസ് ഉപയോഗിച്ചു. ഇൻസേർട്ട് എന്ന ടൂൾ ഉപയോഗിച്ചു ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് എന്ന ടൂള് സെലക്ട് ചെയ്യുക. അതായത് ഈ ബോക്സിൻ്റെ ഇവിടെയാണ് സെലക്ട് ചെയ്യുന്ന ഭാഗം. നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ സെറ്റിങ്സിൽ പോവാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിനൊരു വാല്യൂ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്താൽ ഇതുപോലെ ഒരു ബോക്സ് ഹോള് ക്രിയേറ്റ് ആയതായിട്ട് കാണാം. ഓക്കെ, ഇനിയും ഉണ്ട് ഇതുപോലത്തെ ഇൻസേർട്ട് കൊണ്ടുള്ള ഉപകാരങ്ങൾ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓക്കെ, ഇനി വീണ്ടും ബോക്സ് എടുത്തു. അതിനുശേഷം എഡിറ്റബിൾ പോളിയാക്കി പോളിഗൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇൻസേർട്ട് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. അതിനുശേഷം എക്സ്ട്രൂഡ് കൊടുക്കുക. 2 ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ഇവിടെ ഹോളായതായിട്ട് കാണാം. ഈ ഹോള് നമുക്കൊന്ന് പഴയ പോലെ ആക്കാം. അതിനുവേണ്ടി എഡിറ്റർ ബോർഡിലെ രണ്ടാമത്തെ ഓപ്ഷൻ എഡിറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ എല്ലാ എഡ്ജും ഇതുപോലെ സെലക്ട് ചെയ്ത് ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്താൽ ആ വിടവ് ക്ലോസ് ആവുന്നതായിട്ട് കാണാം. ഇത് നമ്മളെ ഡിസൈനിങ്ങിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉപകാരമാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു വിൻഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ
അതിൻ്റെ ഷട്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വിൻഡോയുടെ ഷട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് എഡിറ്റബിൾ പോളിയാക്കി പോളിഗൺ എടുത്തു. ഓക്കെ, രണ്ട് സൈഡും സെലക്ട് ചെയ്തു. എന്നിട്ട് ഇൻസേർട്ട് സെറ്റിങ്സ് എടുത്തു. എന്നിട്ട് ഇവിടെ വാല്യൂ കൊടുത്തു. ഓക്കെ, അതിനുശേഷം എക്സ്ട്രൂഡിൽ പോവാം. എക്സ്ട്രൂഡിൽ മൈനസ് ആക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം. -0.5 കൊടുത്തു. അതിനുശേഷം ഈ ഗ്ലാസിൻ്റെ ഈ ഭാഗം പോളിഗൺ സെലക്ട് ആയിരിക്കുന്ന ഭാഗം ഗ്ലാസ് കൊടുക്കാൻ വേണ്ടി അതൊന്ന് ഡിറ്റാച്ച് ആക്കുക. ഓക്കെ, അതിനുശേഷം ഇതിന് മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് എളുപ്പം ഉണ്ടല്ലേ, രണ്ടായിട്ട് നമുക്ക് ഇതിന് ഗ്ലാസ് മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ബോക്സ് എടുത്ത് വീണ്ടും എഡിറ്റബിൾ പോളി എടുത്തു. അതിനുശേഷം ഒരു ഭാഗം സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് എടുത്തു. ഓക്കെ കൊടുത്തു. വീണ്ടും എക്സ്ട്രൂഡ് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിങ്ങിൽ ഉപകാരപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ഗ്രൂ വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വാളിന് ലൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് റിംഗ് ആൻഡ് കണക്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രൂഡ് പോവുക. എക്സ്ട്രൂഡിൽ വാല്യൂ ചേഞ്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ രൂപപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂവ് നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ബിവൽഡ് എന്ന ടൂൾസിൻ്റെ ഉപയോഗമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു. ഇതിന് ജസ്റ്റ് ഒരു ഐറ്റം കൊടുത്തു. ഓക്കെ, എന്നിട്ട് വേറൊരു ബോക്സ് ഇതൊരു കോപ്പി എടുത്തു. എന്നിട്ട് ഇവ രണ്ടും ഞാൻ എഡിറ്റബിൾ പോളിയാക്കി. ഓക്കെ, അതിനുശേഷം ഈ ഭാഗം പോളിഗൺ എടുത്ത് ഈ ഭാഗം സെലക്ട് ചെയ്ത് എന്നിട്ട് എക്സ്ട്രൂഡിൽ പോയിട്ട് ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തു. ഒരു 20 കൊടുത്തു. ഓക്കെ കൊടുത്തു. അതേപോലെ തന്നെ ഈ ബോക്സും സെലക്ട് ചെയ്തിട്ട് അതിനും നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രൂഡ് കൊടുത്ത് വാല്യൂ ചേഞ്ച് സെയിം വാല്യൂ കൊടുത്തു. ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇത് ഒരു ബോക്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ എഡിറ്റബിൾ പോളിയിൽ അറ്റാച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ബോക്സ് ഇതിന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷം എഡിറ്റബിൾ പോളിയിൽ നാലാമത്തെ ഓപ്ഷൻ എടുക്കുക, പോളിഗൺ എടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോളായിട്ട് കാണാവുന്നതാണ്. ഇനി
നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ബോർഡർ എടുക്കാം. കീബോർഡിൽ 3 ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഹോളുള്ള ഭാഗം ആ ബോർഡർ സെലക്ട് ചെയ്യുക, അതായത് എഡ്ജ് സെലക്ട് ചെയ്യുക. ഓക്കെ, രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ എഡിറ്റബിൾ പോളിയിലെ സെറ്റിങ്സിലേക്ക് വരിക. അതിൽ ബ്രിഡ്ജ് എന്ന ഓപ്ഷൻ കാണാം. ആ ബ്രിഡ്ജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 2 ബോക്സും ഒന്നായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഡോറ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.